സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ നെയ്യാറ്റിൻകര ഗോപാലസ്വാമിയുടെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് നമ്മളെ മുമ്പിൽ മുഴുവൻ അറിയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ കുടുംബം ഉണ്ടല്ല, ചില്ലറ കുടുംബം എന്നല്ല, നല്ല ഉഡായിപ്പ്, നല്ല ക്രിമിനൽ കുടുംബം എന്നുള്ളതിൻ്റെ കുറച്ച് തെളിവുകളാണ്. ആ നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് കേൾക്കേണ്ടതാണ് കേട്ടോ. 7 വരെ ഒരു ദിവസം വെട്ടി, ഒരു സ്ത്രീയെ അടക്കം 7 വരെ വെട്ടി. അവിടെ നിന്ന് ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി വന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച്. അവിടെ ചെമ്പ് തൊഴിലാളിയായിരുന്നു. ആറാലുമുട്ടി തീവപ്പ് കേസിൽ എല്ലാം പ്രതിയാണ്. പിന്നെ ഇവിടെ കോവിൽ വെച്ച് ഇവിടെ കിടക്കുകയായിരുന്നു. 7 പേരെ വെട്ടിയ കേസിലെ പ്രതിയാണ് ഈ ഗോപാലസ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ. ഈ സ്വാമി എന്നുള്ള പേര് അവൻ സ്വയം എടുത്തിട്ട് അണിഞ്ഞാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ വീട്ടുകാരെ കൂടി കൊടുത്താൽ തോന്നുന്നുണ്ട്. കാരണം 7 പേരെ വെട്ടിയ കേസ്, ഒരു സ്ത്രീയോട് വെട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ചുമട്ടുതൊഴിലാളിയായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് വെറുതെ കുത്തിരുന്നിട്ട് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം പിന്നീട് ഈ ഗോപാലൻ സ്വാമി എന്നുള്ള പേരൊക്കെ ഉണ്ടാക്കുന്നു, ഒരു അമ്പലം ഉണ്ടാക്കുന്നു, അവിടെ കുറച്ച് കാലം സ്വാമി ആവുന്നു എന്നുള്ള സംഗതി. ഇത് ഈ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അദ്ദേഹത്തെ നേരിട്ട് അറിയുന്ന കുറച്ച് നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് ഈ ഒരു ചെങ്ങായി സ്വാമി എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് അവസ്ഥയിലേക്ക് എത്തിയത്. അല്ലാതെ ഇയാൾ ഏതെങ്കിലും ഒരു എന്താ പറയുക സന്യാസി പാരമ്പര്യത്തിൽ അങ്ങനെ വന്ന സ്വാമി എന്നല്ല. കഴിഞ്ഞിട്ടില്ല. ഇനി നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ അറിയാന്നുള്ളതാണ്. അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇയാളുടെ മൂത്ത മകനെ വീട്ടിനകത്ത് അടക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. നമ്മളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമ. ആ ഒരു സിനിമ പോലെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇയാളുടെ മൂത്ത മകനെ ഇതേപോലെ അടക്കം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അത് ഈ വീട്ടിലല്ല കേട്ടോ. ഇയാൾ മുമ്പ് എങ്ങോട്ടോ താമസിച്ചിരുന്നൊരു വീട്ടിൽ ഇയാളെ മൂത്ത മകൻ മരിച്ചിട്ട് ആ മൂത്ത മകൻ ഇതേപോലെ മരിച്ചിട്ടുണ്ടാവില്ല, ഇവരെ ഒരു കൺസെപ്റ്റിലാണെങ്കിൽ മരിച്ചിട്ടില്ല, ഇതേപോലെ സമാധിയാക്കാൻ ശ്രമിച്ചു. അവസാനം നാട്ടുകാരെ കൂടി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുഴിയെടുത്തിട്ട് അതിനുള്ളിൽ മൂടിയെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആ ഒരു വീട് ആര് വാങ്ങിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോൾ ആ വീട്ടുകാർ നല്ല പേടിക്കുന്നുണ്ടായിരിക്കും. കാരണം അവർ താമസിക്കുന്ന, അവർ ജീവിക്കുന്ന ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആ വീട് പുതുതായിട്ട് വന്ന ആൾക്കാരുടെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഏതൊരു ശവമുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ അന്വേഷണം പോകണം. ഇനിയിപ്പോൾ ആ ഒരു വീട് കൂടി പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകും. കാരണം അങ്ങനെയാണെങ്കിൽ അത് ഏതോ ഒരു രീതിയിൽ ഏതോ ക്രിമിനൽ പശ്ചാത്തലത്തിൽ കൊല്ലപ്പെട്ട ഒരു മൂത്ത മകനാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ആ വീട് വിറ്റിട്ടാണ് ഇവരിവിടെ വന്ന് 50 സെന്റ് വാങ്ങിച്ച് താമസിക്കുന്നത്. ഇവിടെ എത്ര വർഷമായിട്ടുള്ള വീട് താമസിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഒരു 10-20 വർഷം കൊണ്ട് താമസിക്കുകയാണ്. ഏത് പാവം, ഏതൊരു ഗതികെട്ട മനുഷ്യനാണാവോ എന്തായാലും ആ വീട് വാങ്ങിച്ചിട്ടുണ്ടാവും. അത്ഭുതം തോന്നിപ്പോകുന്നുണ്ട്. കാരണം എത്ര കാലമായിട്ട് കുറച്ച് ശവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശവത്തിൻ്റെ മേലെ കിടന്നുറങ്ങേണ്ട ഒരു ഭീകരമായ അവസ്ഥ ആ വീട്ടുകാർക്ക് ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഇതാണ് ഈ ഗോപാൽ സ്വാമി എന്ന് പറയുന്ന ഈ ഒരു സ്വാമിയുടെ പൂർവ്വചരിത്രം. ഞാൻ അതാ മുമ്പ് പറഞ്ഞ ഈ ചങ്ങാതി സ്വാമി എന്നൊന്നും വിളിക്കരുത്, ഗോപാലൻ അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളി ഗോപാലൻ അല്ലെങ്കിൽ ക്രിമിനൽ ഗോപാലൻ എന്നൊക്കെ പറയുന്ന ഒരു പേരൊക്കെ വിളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല, ആ നാട്ടുകാർ തന്നെ പറയുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ്. ഇനിയാണ് നമ്മുടെ വേറെ കുറച്ച് സ്ഥലത്തേക്ക് ഈ സംഗതികളൊക്കെ ആ വീട്ടുകാർ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു നാട്ടുകാരും കൂടി ഒരു കാര്യം പറയുന്നുണ്ട്. ഒരുത്തൻ 3 പെണ്ണാറ്റം കിട്ടി. ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിയുന്നത് ഇവിടെ പൊരുത്തം വരില്ല എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞിട്ട് പോയി. ഈ ഗോപാൽ സ്വാമിയുടെ മൂത്ത മകൻ 3 തവണ കെട്ടിയെന്നാണ് പറയുന്നത്. അതായത് 3 സ്ത്രീകളെ കെട്ടിയിട്ടുണ്ട്. പിന്നീട് ആ 3 സ്ത്രീകൾ ഇവിടെ ഈ വീട്ടിൽ വന്ന് പിന്നെ ഏകദേശം ഈ വീട്ടുകാരുടെ അവസ്ഥയും മകൻ്റെ അവസ്ഥയും ഈ വീട്ടുകാരുടെ പ്രാന്തൊക്കെ ഏകദേശം മനസ്സിലായ സമയത്ത് ആ 3 പെൺമക്കളും ആ 3 പെൺകുട്ടികളും ഇവരെ വിട്ടുപോയി, ഡിവോഴ്സ് വാങ്ങിച്ചു പോയി എന്നാണ് കേൾക്കുന്നത്. എൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇങ്ങനെയാണ്. ആ 3 വീട്ടുകാർ ആരൊക്കെയാണ്, ആ 3 സ്ത്രീകൾ ആരൊക്കെയാണ്, കൃത്യമായിട്ട് പോലീസും നമ്മുടെ നിയമ സംവിധാനവും ആ 3 വീട്ടുകാരെ മാത്രം പോയി കണ്ടാൽ മതി. ആ മൂത്ത മകനെ കെട്ടിയ ആ 3 പെൺകുട്ടികളെ, സ്ത്രീകളെ പോയി മാത്രം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എന്താണ് ഈ 3 വീട്ടുകാരുടെ അവസ്ഥ, എവിടേക്കാണ് ഈ 3 വീട്ടുകാരുടെ അവസ്ഥകളൊക്കെ പോകണേ, എന്താണ് ഇവരെ പൂർവ്വചരിത്രം, ഇവരെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ടുള്ള വിവരം കിട്ടും.
ഇതിൽ ഏകദേശം 4 വർഷം ഇനി കാര്യങ്ങളൊക്കെ നേരെ പോയിട്ട് മകൻ നേരെ വർഗീയവൽക്കരിക്കുക. ഇത് ഏകദേശം കയ്യിൽ നിന്ന് പോയി. ഏകദേശം നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി അച്ഛനെ കൊന്നതാണ്. മിക്കവാറും അച്ഛൻ മരിച്ചതായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അച്ഛനെ കൊന്നത് തന്നെയാണെന്ന രീതിയിൽ ആ ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൃത്യമായിട്ട് വിവരം കിട്ടാനുള്ള എല്ലാ സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇനി ഈ കാര്യം ഒന്ന് ഡൈവേർട്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും ഈ കാര്യം ഡൈവേർട്ട് ചെയ്യണം. ഈ കാര്യം ഡൈവേർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഇതിലേക്ക് വർഗീയത കുത്തിത്തിരുത്തുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ മുസ്ലിം പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്, മുസ്ലിങ്ങളാണ് ഇതിനെല്ലാറ്റിനും പുറകിൽ കാരണം, മുസ്ലിങ്ങൾക്ക് ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ അച്ഛൻ സാധാരണ രീതിയിൽ സമാധിയായതാണ് എന്നൊക്കെ ഇവർക്ക് പറഞ്ഞു വെക്കണം. മകൻ്റെ വർഗീയ വർത്തനം കേൾക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇവർ വിശ്വ ഹിന്ദു പരിഷത്തിനൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഏകദേശം 4 വർഷമായി നിങ്ങളവിടെ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠയുടെ തൊട്ടടുത്തായിട്ട് അതൊരു മുസ്ലിമിന്റെ വകയാണ്. അപ്പോൾ മുസ്ലിമിന്റെ വക വിൽക്കാനായിട്ട് ഇട്ടിക്കുകയാണ്. പറയുന്നതൊന്നും മനസ്സിലാക്കി. ഇതാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ പോയിന്റ് മാത്രം വച്ചിരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. അല്ല, നിങ്ങൾ അങ്ങനെ ഇല്ല, ഇത് പ്രശ്നമല്ല. എൻ്റെ പൊന്നു സുഹൃത്തെ, ജാതി മതം എന്നല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കൊന്ന് തള്ളിയിട്ട് ആ കുഴിയിൽ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്തതാണോ, അതോ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് സ്ലാബ് ഇട്ട് മൂടിയതാണോ? ഇതാണ് പോലീസിന് അറിയേണ്ടത്. അല്ലാതെ നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തൊരു മുസ്ലിം പറമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അവർക്ക് ആ പറമ്പ് വിൽക്കണം, അവർക്ക് ഈ പറമ്പ് വാങ്ങിക്കണം, ഇതൊന്നല്ല ഇവിടുത്തെ വിഷയം. അതൊന്നും ഇവിടെ വിഷയമായിട്ട് കടന്നു വരുന്നേയില്ല. ആകെ നാട്ടുകാർ ആരോപിക്കുന്ന വിഷയം നിങ്ങളുടെ അച്ഛനെ, ഗോപാൽസ്വാമി എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ആ ഗോപാലേട്ടനെ നിങ്ങൾ തല്ലിക്കൊന്നിട്ട് ആ കുഴിയുടെ ഉള്ളിൽ കൊണ്ടുവച്ചതാണ് അല്ലയോ, ഇത് മാത്രമാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. നിങ്ങൾ ഒരു ആവശ്യവുമില്ലാതെ തൊട്ടപ്പുറത്തുള്ള മുസ്ലിങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത്. അതിന് നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയണം. അതെല്ലാവരും നോക്കുന്ന കാര്യമാണ്. കാരണം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കേസിന്റെ സത്യാവസ്ഥ എന്താണ് XY കണ്ടെത്താം. അതിൽ നിങ്ങൾ സഹകരിക്കുമോ? ഞങ്ങള് നിയമത്തിന്റെ വഴി അതിലോട്ട് തന്നെ പോകും. കാര്യം ഇപ്പൊ ഇല്ല അതിന് നിയമത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പോകും. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇത് ഹിന്ദു രാഷ്ട്രമൊന്നുമില്ല. ഇന്ത്യ മഹാരാജ്യം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹിന്ദു രാഷ്ട്രം ആയിട്ടൊന്നുമില്ല. ഹിന്ദുക്കൾ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ള നിയമങ്ങളൊന്നുമില്ല. നിങ്ങൾ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നാട്ടുകാർക്ക് ആർക്കെങ്കിലും അത്തരമൊരു പരാതി ഉണ്ടെങ്കിൽ, ഇനി നാട്ടുകാർക്ക് ആർക്കും പരാതിയില്ല, പോലീസിന് മാത്രമാണ് പരാതി, പോലീസിൻ്റെ കയ്യിൽ മാത്രമാണ് അത്തരത്തിൽ സംശയങ്ങളുള്ളത് എങ്കിലും പോലീസിന് കൃത്യമായിട്ടും ഇത്ര രീതിയിലൊക്കെ നിയമ നടപടികൾ എടുക്കുകയും ആ കുഴി മാന്തിയിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ, ആ ഒരു പാവ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അന്വേഷിക്കാനുള്ള എല്ലാ അധികാരമുണ്ട്. ആ ഒരു സാമാന്യ ധാരണയെങ്കിലും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ആ വീട്ടുകാർക്ക് വേണമെന്നുള്ളതാണ്. അതിനിടയ്ക്ക് നിങ്ങൾ വെറുതെ ഒരു ആവശ്യമില്ലാതെ ഹിന്ദു ആചാരം എൻ്റെ നാട്ടിലൊക്കെ ഹിന്ദു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അച്ഛനെങ്ങനെ കൊണ്ടുപോയിട്ട് മരിക്കുന്നതിന് മുമ്പായിട്ട് അച്ഛനും അമ്മയും ഇങ്ങനെ കൊണ്ടുപോയിട്ട് സമാധി ഇതിൻ്റെ പരിപാടിയൊന്നുമില്ല. അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നാവും. ഹിന്ദു ആചാരം എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പോയെന്നാ. പിന്നെ ഇപ്പൊ നെയ്യാറ്റിൻകര കോടതി സമീപിക്കുന്നു. നമ്മളിപ്പോ നമ്മുടെ ഇതിപ്പോ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ സമാധി ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മൾ തിരിച്ചതുപോലെ വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്ത് പവിത്രതയാണ് ഇരിക്കുന്നത്? ഇതിലേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതിൽ പവിത്രത ഉണ്ടോ അല്ലെങ്കിൽ പവിത്രത ഇല്ലേ എന്നല്ല. ആ ഒരു അച്ഛനെ എടുത്ത് പരിശോധിച്ച് നിങ്ങൾ പറയുന്ന സമയത്തിനാണ് മരിച്ചത്, അല്ലെങ്കിൽ ഈ കുഴിയിൽ അടക്കം ചെയ്തതിന് ശേഷമാണ് മരിച്ചത്, ഇനി എങ്ങാനും ആ സ്വത്തിൻ്റെ വല്ല പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ട് കഴുത്തിരിച്ച് കൊന്നതാണ്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇത് നാട്ടുകാരെ സംശയമാണ്, അല്ലാതെ മുസ്ലിങ്ങളെ മാത്രം സംശയമാകുന്ന രീതിയിൽ നിങ്ങൾ ഈ വിഷയത്തെ വളച്ചൊടിക്കരുത്. ഇത് വേറെ ഒരുത്തൻ്റെ വർത്താനം കേട്ടോ. എന്റെ അപ്പൂപ്പൻ ഇതൊരു സമാധിയായതാണ്. ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്താലും ഞാൻ അടിച്ചത് കൊട്ടി സമാധി ഇരിച്ചത് പറഞ്ഞാൽ ഇതൊരു മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് എടുത്തിട്ട് പൊളിക്കാൻ വരും അവര്. അമരവള നിങ്ങൾക്കറിയാം, അമരവള 2 അച്ഛനും മകൻ സമാധി ഇരിപ്പുണ്ട്. അവിടെ ആരെയും പണ്ട് അടിച്ചൊന്ന് കെട്ടി തൂക്കി എന്ന് പറഞ്ഞാല് ഈ പോലീസ് പൊളിക്കാൻ വരും, ആദ്യ ഉദ്യോഗസ്ഥന്മാർ വരും. ഇത് അവിടെ അനുവദിക്കാൻ പറ്റും. എങ്ങനെയുണ്ട്?
അപ്പോൾ ഏകദേശം ഇവരൊപ്പം നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ ഇതേപോലത്തെ അവസ്ഥ. അയാൾ പറയുന്നത് ഈ അമരവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു അച്ഛനും മകനും സമാധി ഇരിക്കുന്നുണ്ട്. ഇതേപോലെ സമാധി ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്ലാബ് ഇട്ട് മൂടിയിട്ട് അവിടെ കിടക്കുന്നത് അർത്ഥം. അപ്പോൾ എനിക്ക് ആ നാട്ടിലത്തെ ആളുകൾക്ക് പറയാറുണ്ട്, ഈ ഒരു ചങ്ങാതി പിടിക്കണം. ഈ ലാസ്റ്റ് സംസാരിച്ച മനുഷ്യനുണ്ടല്ലോ, അയാൾ പറഞ്ഞ സ്ഥലം കൂടി പരിശോധിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഇത് അങ്ങനെ പോവുകയാണെങ്കിൽ, നേരം പോലെ വഴിക്ക് പോവുകയാണെങ്കിൽ ഇയാൾ സംസാരിച്ച സ്ഥലത്തോട് പോയിട്ട് അതുകൂടി മാന്തി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ചുരുളഴിയാത്ത അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് കൊലപാതകങ്ങൾ ഒരു ഭീകര കഥയായിരിക്കും. എന്തായാലും ഗോപാൽ സ്വാമി എന്ന് പറയുന്ന വീട്ടുകാരുടെ പൂർവ്വ ചരിത്രം എന്ന് പറയുന്നത് അതിഭീകരാണ്. 7 പേരെ കൊന്നിട്ടുണ്ട്, 7 വെട്ടുകേസുകൾ പ്രതിയാണ്. അതുമാത്രമല്ല കേട്ടോ, വെട്ടുകേസിൽ പ്രതി എന്ന രീതിയിൽ മാത്രമല്ല, സ്വന്തം മകനെ ഇതേപോലെ ഒരു മരണം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൊലപാതകം എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയേണ്ടിയിരിക്കുന്നു, ഏതൊരു വീട്ടിൽ കുഴിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചരിത്രമുള്ള ആളുകളെയാണ് നമ്മൾ ഈ ഗോപാൽ സ്വാമി എന്നും മറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നാലെ നടക്കുന്നത്. എന്തൊക്കെയായാലും ഇനിയെങ്കിലും ഒരല്പസ്വല്പം ഈ ഒരു വീട്ടുകാരെ പറ്റിയിട്ടും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയെങ്കിലും ആ ഒരു കുഴിയൊന്നും തോണ്ടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് യാഥാർത്ഥ്യം വളരെ വൃത്തിയായിട്ട് വെളിപ്പെടും. അപ്പോൾ പൊന്നു സുഹൃത്തുക്കളെ, ഇതാണ് ചരിത്രമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇനി അവരെ ബാക്കി കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ബൈ.